ഇരിഞ്ഞാലക്കുട രൂപതയുടെ സ്വീകരണത്തിന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും നെർവസ് അല്ല. കാരണം ഐ ആം അറ്റ് ഹോം ഇൻ ഇരിഞ്ഞാലക്കുട. ഇവിടെ ഇരിക്കുന്ന വൈദികരിൽ പലരും എൻ്റെ ഫോർമേറ്റേഴ്സ് ഉണ്ട്, എൻ്റെ സഹപാഠികളുണ്ട്, എൻ്റെ പള്ളികളിൽ ജോലി ചെയ്ത അച്ഛന്മാരുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ഇതിൽ കുറേയേറെ പേര് അവിഭക്ത തൃശ്ശൂർ രൂപതയുടെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത പടുത്തുയർത്തലിനെ സഹായിച്ചവരുണ്ട്. And ഇരിഞ്ഞാലക്കുട for me is an extended തൃശ്ശൂർ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സംതൃപ്തിയുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന ഒരു അനുഭവമുണ്ട്. നിങ്ങൾ എന്നോട് കാണിച്ച ഈ വലിയ അടുപ്പം എന്നെ ശുശ്രൂഷയിൽ ഉറപ്പായിട്ടും എന്നെ ബലപ്പെടുത്തുമെന്ന് എനിക്ക് പരിപൂർണ്ണ ഉറപ്പുണ്ട്. നിങ്ങൾ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുറവുകൾ കണ്ടാൽ നിങ്ങളെനിക്ക് തിരുത്തിത്തരണം. ഞാൻ യാത്ര ചെയ്യേണ്ട വഴികൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് സൂചിപ്പിക്കണം. എൻ്റെ ദൗത്യം എൻ്റെ വ്യക്തിപരമായൊരു ദൗത്യമല്ല, ഇത് സഭയുടെ പൊതുവായ ഒരു ദൗത്യത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ളൊരു അടയാളമാണ്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ കുരിശ് സന്തോഷമായിട്ട് കൊണ്ടുപോകണം. ഞാൻ വീഴുമ്പോഴൊക്കെ എൻ്റെ മുഖം തുടയ്ക്കാൻ ഒരുപാട് വെറുവനിക്കാന്മാർ വരുമെന്ന് എനിക്കറിയാം. ഞാൻ തളരുമ്പോൾ ഈ കുരിശിൻ്റെ പിറകെ താങ്ങാൻ ധാരാളം ക്ഷമയോന്മാരുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ വലിയ പിന്തുണ, നിങ്ങളുടെ വലിയ സപ്പോർട്ട്, നിങ്ങളുടെ വലിയ പ്രാർത്ഥന എനിക്കുണ്ടാകണം. ഞാൻ VJ കുര്യൻ സാറിന് നമ്മുടെ അവാർഡ് കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. എല്ലാ അവാർഡുകളും നിങ്ങൾ കൊടുത്തിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അർഹിക്കുന്നവർക്കാണ്. സിയാൽ നിങ്ങൾക്കറിയാം, കൊച്ചി എയർപോർട്ട്, അത് അത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സ്വപ്നമല്ലായിരുന്നു. കാരണം നമുക്കറിയാം, നമുക്കൊരു വഴിക്ക് വീതി കൂട്ടണമെങ്കിൽ തന്നെ ധാരാളം പ്രതിസന്ധികളുണ്ട്. കാരണം നമ്മുടെ കൊച്ചു സംസ്ഥാനമാണ്, ഒരുപാട് സ്ഥലക്കുറവുണ്ട്. ആർക്കും ഇഷ്ടക്കുറവ് കൊണ്ടല്ല, വീട് വിട്ടിറങ്ങാനുള്ള സങ്കടം കൊണ്ട്, സംഘർഷം കൊണ്ടൊക്കെയാണ്. ആ പദ്ധതി ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു തീർത്തു. ഞാൻ അല്പം ചിന്തിക്കാറുണ്ട്, അതിൻ്റെ അകത്ത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാക്ഷ്യം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കോടികളെ ക്രയവിക്രയം ചെയ്തപ്പോൾ അതിൽ ഒരു ശില്ലി പോലും തൊടാതെ പൂർണ്ണമായിട്ട് അത് എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ അത് അപ്രകാരം നിയോഗിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചുള്ള ഒരു ക്രൈസ്തവ സാക്ഷ്യമുണ്ട്. ഞാൻ പറയും, അതാണ് നമ്മുടെ കുടുംബ മഹിമ. നമ്മുടെ കുടുംബങ്ങളുടെ മഹിമ അതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു തറവാടിത്തുള്ള കുടുംബമാണ്, അതൊരു കുലീനമായ കുടുംബമാണ്. ഇത് കാശ് നോക്കിയിട്ടല്ല, അതിൻ്റെ പിറകിൽ
നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ക്രൈസ്തവമായിട്ടുള്ള പ്രഘോഷണമുണ്ട്. നിങ്ങൾ പലരും സുവിശേഷം പ്രസംഗിക്കാത്തവരാണ്, ഞങ്ങൾ ഒരുപാട് പ്രസംഗിക്കുന്നവരാണ്. പക്ഷെ ഞാനിപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ പവർ ബാങ്ക് ഞങ്ങൾക്ക് നൽകിയ ശക്തിയാണ് ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മുഴുവൻ ചൈതന്യം. അതുകൊണ്ട് കാരണവന്മാർ, നമ്മുടെ കുടുംബങ്ങൾ, അവരോടൊക്കെ എനിക്കുള്ള വലിയ ബഹുമാനം അതാണ്. ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, പട്ടം കൊടുക്കുമ്പോൾ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് മുൻപ് മെത്രാനിച്ചൻ കത്രിക ഉപയോഗിച്ചിട്ട് വൈദികാർത്ഥിയുടെ ശിരസിൽ നിന്ന് മുടി മുറിക്കാറുണ്ട്. ഞാൻ ആ മുടി മുറിക്കുന്നതിന് ഒരിക്കലും കുട്ടികൾ ചോദിച്ചു, എന്തിനാ പിതാവേ? ചെമ്മാച്ചൻ ഇന്നലെ മുഴുവൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊക്കെ ഒതുക്കിയതാണ്, പിതാവ് അത് വെട്ടി ഒരു സൗന്ദര്യബോധവും ഇല്ലാതെ മുറിച്ചല്ലോ, എന്തിനാ പിതാവേ? ഞാൻ ആ കുട്ടികളോട് പറയാറുണ്ട്, മോനെ, കൈവെപ്പിൻ്റെ ശുശ്രൂഷയ്ക്ക് മുൻപ് കാർന്നവന്മാരിട്ട മൂലക്കല്ല് തപ്പാൻ വേണ്ടിയിട്ടാണ് മുടി മുറിക്കുന്നത്. നിങ്ങളൊരു നല്ല അച്ഛനെ കണ്ടാലേ, അച്ഛൻ പഠിച്ച സെമിനറിയോ അച്ഛൻ ഡിഗ്രി എടുത്ത യൂണിവേഴ്സിറ്റി ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ആ കുടുംബവും ജീവിച്ച പാഠപുസ്തകത്തിൻ്റെ താളക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ വരുമ്പോൾ എനിക്കതോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ബലപ്പെടുത്തണം, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ശാക്തീകരിക്കണം. ഇവിടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സും ചാരിറ്റി സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. മർത്ത സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ കണ്ടു. അവിടെയൊക്കെ സ്ഥാപകന്മാർ പലരും ഇരിഞ്ഞാലക്കുട പ്രദേശത്തുള്ളവരാണ്. ഊക്കനച്ഛൻ പറപ്പൂക്കാരനാണെന്ന് പറഞ്ഞാലും ഊക്കൻ തറവാട് ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ അവരിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രത്യേകത, അതുപോലെ മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പുള്ളി, മോൺസിഞ്ഞോർ ആൻ്റണി മാളിയേക്കലെ, അവരുടെയൊക്കെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കാം. അവരൊക്കെ ഈ സമൂഹത്തിൽ നൽകിയിട്ടുള്ള ഒരു വഴിയുണ്ട്, അവർ വെച്ചിട്ടുള്ള ഒരു വിളക്കുണ്ട്. ആ വിളക്ക് പുതിയ തലമുറ കെടാതെ സൂക്ഷിക്കണം. ഒരുപക്ഷെ രൂപതയുടെ 46ാമത്തെ ഓർമ്മ, സ്ഥാപനത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മുടെ കാരണവന്മാർ കടന്നുപോയ വഴികളിലെ വഴിതെറ്റാതെ യാത്ര ചെയ്യാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഒരു പുനഃസമർപ്പണമായിരിക്കട്ടെ ഇത്. മൽക്കം മെക്ബ്രിഡ്ജ് മദർ തെരേസയെക്കുറിച്ച് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ മനോഹരമായിട്ടൊരു പുസ്തകമുണ്ട്. മദറിനോട് തന്നെ ചോദിച്ചു, ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ എന്ത് പേര് കൊടുക്കാനാണ് മദർ ആഗ്രഹിക്കുന്നത്? മദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ എഴുതുന്ന പുസ്തകത്തിൽ എന്താണ് ഉള്ളടക്കമൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ മൽക്കം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലേ ഐ ടെൽ യു, ഐ ട്രൈ ടു ഡു സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ആ പുസ്തകത്തിൻ്റെ പേര് ഇത് തന്നെയാണ്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. എനിക്ക് ഇരിഞ്ഞാലക്കുടയിലെ ഈ സ്വീകരണം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളോടൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രതിഫലം ഇച്ഛിച്ചിട്ട് കത്തോലിക്ക സഭ ഒന്നും ചെയ്തിട്ടില്ല. കത്തോലിക്ക സഭ പ്രതിഫലം ഇച്ഛിച്ചിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പള്ളിക്കൂടം നടത്തിയപ്പോഴും, നമ്മൾ ആസ്പത്രികൾ നടത്തിയപ്പോഴും, നമ്മൾ ആതുരാലയങ്ങൾ നടത്തിയപ്പോഴും അത് പ്രതിഫലത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ നമുക്ക് സ്ഥലം ദാനമായിട്ട് തരുന്നത്. നമ്മൾ ഒരു ഓർഫനേജ് തുടങ്ങുമ്പോൾ, നമ്മളൊരു മഠം തുടങ്ങുമ്പോൾ, നമ്മളൊരു പള്ളി പണിക്ക് സ്ഥലം ചോദിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട്, തമ്പുരാൻ തന്നതാണ്, എടുത്തു വച്ച, എവിടെ വേണ്ടെങ്കിൽ മുറിച്ചോ. അത് കാണിക്കുന്നത് ഒരു കുലീനത്വമുണ്ട്. ആ കുലീനത്വമാണ്
നമ്മുടെ സമുദായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ആ കുലീനത്തെ കളയാതെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. മദറിനോട് മാൽക്കം എക്സ് ചോദിച്ചു, വൈ ഡിഡ് യു ജമ്പ് ഓവർ ദ വാൾസ് ഓഫ് യുവർ കോൺവെന്റ്? എന്തുകൊണ്ടാണ് ഈ മഠത്തിന്റെ മതില് എടുത്തു ചാടിയത്? മദർ പറഞ്ഞൊരു മറുപടിയുണ്ട്. എനിക്കന്ന് മനസ്സിലാകാത്തൊരു കാര്യം ഇപ്പം മനസ്സിലായി. തിരുവോസ്തിയിലെ സക്രാരിയിലെ സൂക്ഷിക്കുന്ന തിരുവോസ്തി വഴിയിൽ വീണ് കിടക്കുന്നത് പറക്കാനാണ് ഞാൻ എടുത്തു ചാടുന്നത്. സഹിക്കുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ തിരുവോസ്തിയുടെ തുടർച്ചയാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവ്. അതാണ് ഇരിഞ്ഞാലക്കുട രൂപത ഓരോ ആനിവേഴ്സറി കൊണ്ടാടുമ്പോഴും ഒരു പുതിയ സംരംഭം തുടങ്ങും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അഭയഭവൻ അവിടെ നിങ്ങളൊന്ന് പോയി നോക്കൂ. അത് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് രൂപതയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ നഷ്ടക്കച്ചവടം തുടരുകയാണ്. 46ാമത്തെ ഓർമ്മ കൊണ്ടാടുമ്പോൾ കുറ്റിക്കാട്ട് നിങ്ങൾ ഒരു പുതിയ അഭയഭവനത്തിന്റെ നഷ്ടക്കച്ചവടത്തിലെ സ്വർഗരാജ്യമുണ്ടെന്നുള്ള കത്തോലിക്കന്റെ തിരിച്ചറിവാണ് നമ്മുടെ സഭയുടെ മൂലക്കല്ല്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സിറോ മലബാർ സഭയ്ക്ക് ഒരു തറവാടിത്തമുണ്ട്. ഒരു കാര്യം കിട്ടാൻ ക്യൂവിൽ നിന്നിട്ട് കൈനീട്ടുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല. രാഷ്ട്രീയക്കാരിലൊക്കെ ഞങ്ങൾക്ക് പറയാൻ ഒരു ആഗ്രഹമുണ്ട്, ജനപ്രതിനിധികളൊക്കെ പറയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പിലും കൈനീട്ടി വാങ്ങിക്കുന്ന ഒരു പ്രകൃതിയില്ല. കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമ്മൾ അഭിമാനം നഷ്ടപ്പെടുത്തരുത്. അതിൻ്റെ പേരിൽ പലതും നമുക്ക് നൽകപ്പെടേണ്ടത് നൽകപ്പെടാതെ പോയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു നിരാശയും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള സന്ദർഭത്തിൽ തോന്നിയത് രക്തസാക്ഷിത്വത്തിന്റെ കിരീടം ചൂടിയ വിജയത്തിന്റെ സന്തോഷമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ കാരണം അവൻ എത്ര മിടുക്കന്മാരാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ സംവരണം കൊടുത്തപ്പോൾ അന്നത്തെ രാഷ്ട്രമീമാംസകരെ നമ്മുടെ കാർദോന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് അർഹതയുണ്ട്. കാരണം നിങ്ങളിൽ ഒരുപാട് പേര് പിന്നോക്കക്കാരുണ്ട്, നിങ്ങൾക്ക് അർഹതയുണ്ട്. നമ്മുടെ കാർദോന്മാർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? അങ്ങനെ വരിയ നിന്ന് ഭിക്ഷ തണ്ടാൻ ഞങ്ങൾ വരികയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, മുണ്ട് മുറുക്കി കുത്തി ഞങ്ങൾ ജീവിക്കും. പക്ഷെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട. ഞാനിത് ഇരിഞ്ഞാലക്കുട പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ കുലീനത്വം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണം. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ഒരു അത്താഴത്തിന് ക്ഷണിക്കപ്പെട്ടു. ഞാൻ അത്താഴത്തിന് ചെന്നപ്പോൾ അവിടുത്തെ വികാരിച്ച സ്ഥലത്തുണ്ട്. ഞാനും അദ്ദേഹം കൂടെ അത്താഴം കഴിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവേ, ഈ ഇടവകയിൽ ഏകദേശം 100ഓളം കുടുംബങ്ങൾ ആളില്ലാതെ പൂട്ടിക്കിടക്കുന്നുണ്ട്. പിതാവേ, അത് വളരെ അപകടമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. മുതുക് തല്ലി പാടത്ത് പണിയെടുത്ത് തൂമ്പ പിടിച്ച് കരത്തിലെ തഴമ്പുകൊണ്ട് ജീവിതത്തെ നേടിയ നമ്മുടെ തലമുറ ജീവിതം എളുപ്പമാക്കാൻ നാടുവിട്ട് കടൽ കടന്ന് മറുകരയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പോകുന്ന പിള്ളേരൊക്കെ എന്ത് നേടിയെന്ന ചോദ്യം നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാലേ പറയും. അതുകൊണ്ട് തന്നെ നാട് വിട്ടു പോയാൽ ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മളതിനെ നിയന്ത്രിക്കണം.
നിങ്ങൾക്കറിയാം, നമ്മുടെ കോളേജുകളുടെയൊക്കെ ഒരു പ്രതിസന്ധി ഞാൻ പറയാം. ഇന്ന് പഴയ കെമിസ്ട്രിക്കോ ബയോളജിക്കോ ബോട്ടണിക്കോ സുവോളജിക്കോ ഒന്നും ആളുകളില്ല. നാഗക്കൂടെ ആളുകളുള്ളത് നഴ്സിങ്ങിനാണ്, നാഗക്കൂടെ ആളുകളുള്ളത് കമ്പ്യൂട്ടർ സയൻസിനാണ്. ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് വിമർശിക്കുകയല്ല. കാശുണ്ടാക്കാൻ എളുപ്പമാർഗത്തിൽ ക്രിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വികാരിച്ചന്മാർ അതുകൊണ്ട് ശക്തിയായിട്ട് നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണം. വഴിതെറ്റിപ്പോകുന്നവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ആം ചെയേഡ് പാസ്റ്ററൽ മിനിസ്ട്രി അല്ല വേണ്ടത്. മറിയം ത്രേസ്യ നമുക്ക് കാണിച്ചു തന്ന വീട് വിടാതെ കയറി ഇറങ്ങിയുള്ള, ഊക്കനച്ചൻ നമ്മെ പഠിപ്പിച്ച, തച്ചുപറമ്പലത്ത് നമ്മെ പഠിപ്പിച്ച, ജനങ്ങളെ അക്കമ്പനിമെൻ്റ് ചെയ്ത് എംപവർ ചെയ്ത ഒരു സമ്പ്രദായത്തിലേക്ക് വളരട്ടെ. ഒരുപാട് നന്ദി. നിങ്ങൾ എന്നെ കണ്ടതിന്, കേട്ടതിന്, എന്നെ സ്നേഹിച്ചതിനെ, സഹായിച്ചതിന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.